2024 നടന്ന ഒരു ചോദ്യപേപ്പറാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യപേപ്പർ കോഡ് 170/2024 ആണ്. 1. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചത്. ഉത്തരം സി ആണ്. മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മൗലികാവകാശങ്ങൾ ഭാഗം 3 ആണ്. ആർട്ടിക്കിൾ 12 to 35 വരെയാണ് 6 മൗലിക അവകാശങ്ങളാണുള്ളത്. 6 മൗലിക അവകാശം. അപ്പോൾ മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 12 to 35 വരെയാണ് 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. 1 എന്ന് പറയുന്നത് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം 14 to 18. ആർട്ടിക്കിൾ 14 to 18 ആണ് സമത്വത്തിനുള്ള അവകാശം. 2. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 to 22 ആണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3. ചൂഷണത്തിന് എതിരായ അവകാശം. ആർട്ടിക്കിൾ 23 24 ആണ് ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. 4. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 25 to 28 വരെയാണ്. 5. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസവുമായ അവകാശം. ആർട്ടിക്കിൾ 29 30 ആണ്. 6. ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള ആർട്ടിക്കിൾ 32 to 35 വരെയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചത്. ഉത്തരം സി ആണ്. ഭാഗം 3 മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ മൗലികാവകാശങ്ങളെ കുറിച്ച് പഠിക്കാം. മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെട്ടിരിക്കുന്നു. അടുത്തത് ആർട്ടിക്കിൾ 12 to 35 വരെയാണ് മൗലികാവകാശങ്ങൾ. 6 മൗലികാവകാശങ്ങളുണ്ട്. 1. സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 to 18 വരെയാണ്. 2. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 to 22 വരെയാണ്. 3. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23 24 ആണ്. 4. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 25 to 28 വരെയാണ്. അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 29 30 ആണ്. 6. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 to 35 വരെയാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഉത്തരം ഡി ആണ്. വിദ്യാഭ്യാസമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 21A പ്രാധാന്യം ചെയ്യുന്നത് 6 മുതൽ 6 to 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. അതായത് 6 to 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നൽകേണ്ടത് ആരുടെ കടമയാണ്? സർക്കാരിൻ്റെ കടമയാണ്. 3. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ആര്? മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ആര്? ഉത്തരം എ. വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് വില്യം. 4. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആര്? കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആര്? ഉത്തരം സി. രാമൻ നമ്പി. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആര്? ഉത്തരം സി. രാമൻ നമ്പി. കുറിച്യ കലാപം നടന്നത് 1812 കുറിച്യ കലാപം നടന്നത്. ഇത് വയനാട്ടിലെ ആദിവാസി വിഭാഗമായ കുറിച്യർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു കാർഷിക കലാപമായിരുന്നു. കുറിച്യ കലാപം നടന്നതാണ് 1812. ഇതെന്തിനാണ് നടത്തിയിരുന്നത്? ഇത് വയനാട്ടിലെ ആദിവാസി വിഭാഗമായ കുറിച്യ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയൊരു കാർഷിക കലാപമാണ് കുറിച്യ കലാപം.
രാജ എന്നറിയപ്പെട്ടതാരെയാണ്? സർവ വിദ്യാധിരാജ എന്നറിയപ്പെട്ടതാരെയാണ്? ഉത്തരം എ. ചട്ടമ്പി സ്വാമികൾ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? ഉത്തരം സി. മിതവാദി. 7. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല പ്രക്ഷോഭം നടന്നത് കൊല്ലം ജില്ലയിലാണ്. കല്ലുമാല പ്രക്ഷോഭം നടന്നത് കൊല്ലം ജില്ലയിലാണ്. 1915 ഡിസംബർ 10 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അന്തസ്ഥിത വിഭാഗത്തിലെ സ്ത്രീകൾ കല്ലുമാലകൾ വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചു. ഈ സംഭവം കല്ലുമാല സമരമെന്നും പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. ഇത് കല്ലുമാല സമരമെന്നും പെരിനാട് ലഹള എന്നും ഈ കല്ലുമാല സമരം കല്ലുമാല സമരമെന്നും പെരിനാട് ലഹള എന്നും പറയുന്നത്. കല്ലുമാല പ്രക്ഷോഭത്തിന് നേതാവ് ആരാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് കൊല്ലം ജില്ലയിൽ 1915 ഡിസംബർ 10 കല്ലുമാല സമരം നടന്നത്. G8 G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഉത്തരം ഡി. സിംഗപ്പൂർ. 9. ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിൽ നിന്നും പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഉത്തരം എ. ഓപ്പറേഷൻ അജയ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം എ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശോഷക ഭൂനികുതി വ്യവസ്ഥ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശോഷക. 11. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം സി. ദാദാഭായ് നവറോജി. 12. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ബി. ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ബി. ഡൽഹൌസി പ്രഭു. അടുത്തത് 13. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഡി ആണ്. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിൽ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിൽ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. 14ാമത്തെ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 15. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖം തയ്യാറാക്കിയ വർഷം 1949 നവംബർ 26 ഭരണഘടന 49 തയ്യാറാക്കിയത്. 1949 നവംബർ 26 ഭരണഘടന നിർമ്മാണ സമിതി ഇത് അംഗീകരിച്ചു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1949 നവംബർ 26 ഭരണഘടനാ സമിതി ഇത് അംഗീകരിച്ചു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയ വർഷം ചോദിച്ചാൽ 1949 ആണ്. ആമുഖം തയ്യാറാക്കിയ വർഷം ചോദിച്ചാൽ എന്താണ്? 1949 ആണ്. പിന്നെ അംഗീകരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന ആമുഖം അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടന ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1946 ഡിസംബർ 13 അപ്പം 1900 അപ്പോൾ ലക്ഷ്യപ്രമേയത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ലക്ഷ്യപ്രമേയം 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത്.
അപ്പോൾ ആമുഖം തയ്യാറാക്കിയത് എങ്ങനെയാണ്? 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത്. 1947 ജനുവരി 22 ഭരണഘടന നിർമ്മാണ സമിതി. അപ്പോൾ 1947 ജനുവരി 1947 ജനുവരി 22 ഭരണനിർമ്മാണ സമിതി ലക്ഷ്യപ്രമേയം അംഗീകരിച്ചു. ഭരണഘടനയുടെ ആമുഖം എന്നത് ഭരണഘടന അടിസ്ഥാന ആശയങ്ങളും ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്നു. ഇത് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. കൂടാതെ പൗരന്മാർക്ക് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉറപ്പു നൽകുന്നു. അപ്പോൾ ആമുഖം എന്തൊക്കെ നൽകുന്നുണ്ട്? ഭരണഘടനയുടെ ആമുഖം ഭരണഘടന അടിസ്ഥാന ആശയങ്ങളും ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്നു. ഇത് ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. കൂടാതെ പൗരന്മാർക്ക് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഇത് ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1949 ഇന്ത്യൻ ഭരണഘടന ആമുഖം തയ്യാറാക്കിയത്. ഇത് ഭരണഘടനാ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26 ലക്ഷ്യപ്രമേയം 1947 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത്. അപ്പോൾ ലക്ഷ്യപ്രമേയം എന്നാണ് ചോദിച്ചാൽ 1947 ഡിസംബർ 13 ഇത് അംഗീകരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1947 ജനുവരി 22 തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക് ദിനം എന്നു ചോദിച്ചാൽ ജനുവരി 26. 17 ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ബി. നിർദ്ദേശക തത്വങ്ങൾ. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ആർട്ടിക്കിൾ 36 to 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 ആർട്ടിക്കിൾ 36 to 51 വരെയാണ്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരുന്ന നിർദ്ദേശക തത്വങ്ങളെയാണ്? നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ 4 ഭാഗത്തിലാണ്. ആർട്ടിക്കിൾ 36 to 51 വരെയാണ്. ബക്രനാങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഉത്തരം ഡി ആണ് 2ഉം 4ഉം. 2 സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. 4 വിവിധോദ്ദേശ പദ്ധതി. 19 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? ഉത്തരം സി. ജീവൻ രക്ഷാ പദ്ധതി. പട്ടിണി ഇല്ലാതാക്കാൻ സാമൂഹ്യനീതി തുല്യാധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. പട്ടിണി ഇല്ലാതാക്കാൻ സാമൂഹ്യനീതി തുല്യാധിഷ്ഠിത വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി 1997 to 2002 വരെയായിരുന്നു. 10ാം പഞ്ചവത്സര പദ്ധതി 2002 to 2007 വരെയായിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതി 1992 to 1997 വരെയായിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതി 2007 to 2012 വരെയാണ്. 9ാം പഞ്ചവത്സര പദ്ധതി 1997 to 2002 വരെയാണ്. 10ാം പഞ്ചവത്സര പദ്ധതി 2002 to 2007 വരെയാണ്. 2007 ആണ് കേട്ടോ. 8ാം പഞ്ചവത്സര പദ്ധതി 1992 to 1997 വരെയാണ്. 11ാം പഞ്ചവത്സര 2007 to 2012 വരെയാണ്. ഈ 12ാം പഞ്ചവത്സര പദ്ധതി എന്നാന്ന് ചോദിച്ചാൽ 2012 to 2017 വരെ ആയിരുന്നു. ഈ 1ാം പഞ്ചവത്സര പദ്ധതി എന്നാന്ന് ചോദിച്ചാൽ 1ാം പഞ്ചവത്സര
ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്നായിരുന്നു 1951 ടു 1956, 1951 ടു 1956 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. 1951 ടു 1956 വരെയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. 1997 ടു 2002 വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി. 1992 ടു 97 വരെയാണ് പത്താം പഞ്ചവത്സര പദ്ധതി. 2002 ടു 2007 വരെയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. 2007 ടു 2012 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. 2012 ടു 2017 വരെയാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നത്? ഉത്തരം ഡി, അരുണാചൽ പ്രദേശ്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറഞ്ഞ ശരിയല്ലാത്തത് ഏത്? 2 മാത്രമാണ് ശരിയല്ലാത്തത്. എൻ മുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. തെറ്റാണ്. സംസ്ഥാന നിയമം 1900 നിലവിൽ വന്നു. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ടില, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ടില, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? മധുരയാണ്. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ഉത്തരം ബി, കൊല്ലം. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? 1 കോടി മലയാളികൾ. 1 കോടി മലയാളികൾ ആരുതാണ്? EMS നമ്പൂതിരിപ്പാടിനെയാണ്. 1 കോടി മലയാളികൾ. 1 കോടി മലയാളികൾ. EMS നമ്പൂതിരിപ്പാടാണ് 1 കോടി മലയാളികൾ രചിച്ചത് കേട്ടോ. 1 കോടി മലയാളികൾ ആരുടെന്ന് ചോദിച്ചാൽ എന്ന ഗ്രന്ഥം 1 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അപ്പം ഇന്ന് ആദ്യകാല ഗ്രന്ഥം ഏതാണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ് ചോദ്യം? 1 കോടി മലയാളികളാണ്. 1 കോടി മലയാളികൾ രചിച്ചത് ആരാന്ന് വെച്ചാൽ EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. EMS നമ്പൂതിരിപ്പാടാണ്. താഴെ പറയുന്നതിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? കേരളത്തിലെ വയനാട് ജില്ലയിലാണ് ആനമുടി സ്ഥിതി. തെറ്റാണ്. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം കോതമംഗലമാണ്. 2025 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഗണേഷ് കുമാർ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം വി അബ്ദുറഹ്മാനാണ്. കേരളത്തിന് ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാനാണ്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ആണ്. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ? 2024 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ പൃഥ്വിരാജാണ്. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഗോദാവരി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? തൂത്തുക്കുടി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? തൂത്തുക്കുടി. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത്? ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമി. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരലാച്ചാൽ ചുരം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? 82.5 ഡിഗ്രി പൂർവാംശ രേഖ. 38ഉം 39ഉം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്ന ഏത് വില്ലേജിലാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? പള്ളിക്കര. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നതിൽ ഏതാണ്? വൈക്കം സത്യാഗ്രഹം.
സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 വൈക്കം സത്യാഗ്രഹം നടന്നതെന്നാണ് 1924. ചാന്നാർ ലഹള നടന്നത് 1859. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. പൂക്കോട്ടൂർ ലഹള നടന്നത് 1921. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. ചാന്നാർ ലഹള 1859. സ്ത്രീകൾ മാറിയിടം മറക്കുന്നതിനുള്ള ഭാഗമായിട്ട് നടന്നത് ചാന്നാർ ലഹള. വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931. പൂക്കോട്ടൂർ മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിലാണ് പൂക്കോട്ടൂർ ലഹള നടന്നത്. മലബാർ മേഖലയിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കുവീട്ടിൽ മുഹമ്മദാണ് ഇന്ത്യൻ സേനയെ നയിച്ചത്. ഏത് വിളയുടെ ഉൽപ്പാദനമാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? കാപ്പിക്ക്. 2ാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിനുള്ള MLA ആണ്? മാനന്തവാടി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാര അർഹനായ ഉണ്ണി അമ്പലത്തിൻ്റെ കൃതി അൽഗോരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ന്യൂറാലിങ്ക്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായി കളിവള്ളം തുഴയുന്ന നീല പൊന്മാൻ പേര് നൽകിയ പേര് നീലു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാനിന് നൽകിയ പേര് നീലു. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കു വേണ്ടി നീരജ് ചോപ്ര ജാവലിനിൽ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരം ആരാണ്? അദ്ദേഹം അർഷാദ് നദീം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കു വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം എന്ന് വെച്ചാൽ അർഷാദ് നദീമാണ്. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാങ്ക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാങ്ക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ്? ഡെങ്കി വൈറസ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാരാണ്? കിലിയൻ മർഫി. സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാപിച്ച വർഷം? സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? ഗോവയാണ്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡനാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സവർണകവും പിന്നെ അഗ്രചവർണകവുമാണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ D ആണ്. ഏത് വിളയുടെ സങ്കരയിനമാണ്? സൽകീർത്തി. ഏത് വിളയുടെ സങ്കരയിനമാണ് സൽകീർത്തി? വെണ്ട. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2006. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2006. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷത വരാവുന്ന താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഇത് തീ കൊടുത്തുന്ന വാതകമാണ്. അടുത്തത് സ്ത്രീകൾ തൊഴിലാളികൾ തൊഴിലിടങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേര് താഴെ കൊടുക്കുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ സഹജയാണ്. അടുത്തത് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര് കൈരളിയാണ്. 63 വൈദ്യുത സർക്യൂട്ടുകൾ താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായവ ഏത്? 1, 2, 3 ശരിയാണ്. വൈദ്യുത സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പൂർത്തിയാകൂ. തുല്യ വലിപ്പമുള്ള 2 സമതലങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണുകൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായ ഏതെല്ലാം? 2ഉം 3ഉം ആണ്.
സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയൊരു ബാർ കാന്തം തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. 3 ഒരു കാന്തം ദക്ഷിണ ധ്രുവം മറ്റൊരു കാന്തം ഉത്തരാധ്രുവം പരസ്പരം നിൽക്കുന്നു. ധാതുക്കൾ, അയിരുകൾ എന്നിവ സംബന്ധിച്ച് ഇനി പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ്? അയിരുകളിൽ അതാത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. നവജാത ശിശുക്കളിൽ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതിയാണ് ശലഭം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ബ്ലീച്ചിങ് പൗഡർ. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ബ്ലീച്ചിങ് പൗഡർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൂനെ. താഴെ പറയുന്നതിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? താഴെ പറഞ്ഞ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? JP നഡ്ഡ. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച ന്യൂനതന പദ്ധതി അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച ന്യൂനതന പദ്ധതി അമൃതം ആരോഗ്യം. താഴെ പറയുന്നതിൽ ഏത് മാർഗോണെയാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്? മലിനമായ ഭക്ഷണം, പാനീയങ്ങളിൽ കൂടി. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? MAL. താഴെ പറയുന്ന ജന്തുജന രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏത്? 1 നിപ്പ, 3 എംപോക്സ്. ജന്തുജന രോഗങ്ങൾ ജൂലൈ 6 കേട്ടോ. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം വ്യൂഹാനാണ്. 2024 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ് കേട്ടോ. താഴെ പറയുന്ന ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ടൈഫോയിഡ്. താഴെ പറയുന്ന ജീവിതശൈലി രോഗം അല്ലാതെ ടൈഫോയിഡ്. സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് മാമോഗ്രാം. സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് മാമോഗ്രാം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങും കൗൺസിലിങ്ങുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം. HIV ബാധിതരുടെ ടെസ്റ്റിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ജ്യോതിസ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല മലപ്പുറമാണ്. ജലജന രോഗമായ കോളറ പരത്തുന്ന രോഗമാണ് വിബ്രിയോ. ജലജന രോഗമായ കോളറ പരത്തുന്ന രോഗമാണ് വിബ്രിയോ ആണ്. 2024 സെപ്റ്റംബർ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണെന്ന് വെച്ചാൽ മലപ്പുറമാണ് കേട്ടോ. പിന്നെ ജീവിതശൈലി രോഗമല്ലാത്തത് ടൈഫോയിഡാണ്.